السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه بفائدين رضا الله أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد صدق الله العلي العظيم. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ സ്നേഹം നിറഞ്ഞ മറ്റു മുത്തഅല്ലിം സുഹൃത്തുക്കളെ, കാലം ഒട്ടേറെയായിട്ടും ആർക്കും തകർക്കപ്പെടാനാകാത്ത വിധം വലിയൊരു പ്രതിഭാസമായി ഇന്ന് നിലകൊള്ളുന്ന പരിശുദ്ധമായ ഖുർആനിലെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ മസദ് എന്നുള്ളത്. ഈ അധ്യായം നമ്മോട് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച ഒരാളുടെ ദാരുണമായ അന്ത്യത്തെ പറ്റിയാണ്. ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം കുടുംബക്കാരെയും ബന്ധപ്പെട്ടവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കയറി നിന്നുകൊണ്ട് ഇസ്ലാമിലേക്ക് ആദ്യമായി ക്ഷണിക്കുമ്പോൾ അതിനാദ്യമായി എതിർക്കുന്നത് സ്വന്തം മൂത്താപ്പയായ അബൂ ലഹബാണ്. അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ സൂറത്തുൽ മസദ് ഇറങ്ങിയിട്ടുള്ളത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, മുത്തുനബി എറിയാൻ വേണ്ടി കൈയോങ്ങിയപ്പോൾ അവൻ്റെ കൈ അനങ്ങുന്നില്ല. നശിക്കാൻ പോകുന്നതിൻ്റെ നശിച്ചു എന്ന ഭാഷയിലാണ് ഖുർആൻ ഇവിടെ പ്രയോഗിക്കുന്നത്. ഖുർആൻ ഇവനെങ്ങനെ ആക്ഷേപിക്കാൻ കാരണം? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഖുർആൻ എന്തുകൊണ്ടാണ് ഇവനെങ്ങനെ ഒരാളെങ്ങനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എങ്ങനെ ആക്ഷേപിക്കുമോ? ചുരുക്കം ചിലരുടെ പേര് മാത്രമേ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അതൊരാളുടെ പേര് മാത്രമല്ല, അതൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ പേരാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ പലപ്പോഴും കാണാം കുറേ അബൂ ലഹബുമാർ. ആരാണവർ? മുത്തുനബിയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം പൊട്ടിപ്പുറപ്പെട്ടവർ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ഇവിടെ കുൽ തബ്ബത് എന്ന് പറഞ്ഞിട്ടില്ല. ശേഷമുള്ള തൊട്ട് സൂറത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ അവരെന്നെ കളിയാക്കുന്നു അങ്ങ് പറയൂ. എന്നാൽ മുത്തുനബിയെ കളിയാക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അതിന് മറുപടി നൽകുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അവൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ, അവൻ തന്നെ നശിക്കട്ടെ. ഇങ്ങനെ അബൂ ലഹബിനെ ഇങ്ങനെ ആക്ഷേപിക്കാനുള്ള കാരണം, ഇസ്ലാമിൻ്റെ ആ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുത്തുനബി വീട് വീടാന്തരം കയറിയിറങ്ങി പ്രബോധനം നടത്തുമ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ കയറിക്കൊണ്ട് അവരെ കുഫ്റിലേക്ക് വീണ്ടും ക്ഷണിക്കുന്ന പരിപാടിയായിരുന്നു അബൂ ലഹബിനുണ്ടായിരുന്നത്. അവൻ നല്ല സുമുഖനായിരുന്നു. അവൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്, ഉസ്സയുടെ അടിമ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഖുർആൻ എന്തുകൊണ്ടാണ് അവൻ്റെ ഓമന പേര് വിളിച്ച് ആക്ഷേപിച്ചത്? അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു നല്ല മറുപടി നൽകുന്നുണ്ട്. ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നവൻ എന്നാണ്. അപ്പോൾ കത്തി ജ്വലിക്കുന്ന നരകത്തിൻ്റെ തന്ത എന്നുവരെ അതിന് അർത്ഥം വരും. അങ്ങനെ അവൻ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. അവൻ അവിടെയും കൊല്ലാതെ വിട്ടത് അവൻ അനുഭവിച്ച് മരിക്കണം എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പയറിൻ കുരു പോലാത്ത കുരുകൾ വന്നുകൊണ്ട് അവൻ ചീന് നാറി അങ്ങനെ 3 ദിവസം മരുഭൂമിയിൽ കടന്നുകൊണ്ട് ഹത്താഹമത്തിന് അങ്ങനെ അവിടെ നിന്ന് കിടന്ന് മരിക്കുകയാണ് അവനുണ്ടായിരുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പത്തും അവൻ്റെ മക്കളും അവൻ ഉപകരിക്കൂല. ആരായിരുന്നു അവൻ്റെ മകൻ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളെ വിവാഹം ചെയ്തവനാ. അവൻ അങ്ങനെ മുത്തുനബിയും സഹാബത്തും അങ്ങനെ ഇരിക്കുന്ന സദസ്സിലേക്ക് അവൻ കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മുത്തുനബിയെ മുഖത്ത് നോക്കി അങ്ങ് പറയുകയാ, കഫർതു ബിദീനിക വഫാർതു ബിബിനതിക ലാ തുഹിബ്ബുനി വലാ തുഹിബ്ബുക, നിന്റെ ദീനിനെ ഞാൻ കളവാക്കിയിരിക്കുന്നു, നിന്റെ മോളെ ഞാൻ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കണ്ട, ഞാൻ എന്നെ സ്നേഹിക്കണ്ട, ഞാൻ നിന്നെയും സ്നേഹിക്കില്ല എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ മുത്തുനബി അടുക്കലേക്ക് അങ്ങ് ചാടുകയാ. എന്നിട്ട് മുത്തുനബിയുടെ കൈത്തലങ്ങ് പിടിച്ചിട്ട് അവിടുത്തെ ഷർട്ടങ്ങ് കീറുകയാ. മുത്തുനബിയുടെ മനസ്സങ്ങ് വേദനിച്ച് മുത്തുനബി പറയാൻ തുടങ്ങി, കരുതി കളിച്ചോ ഉതൈബത്തെ, അല്ലാഹു നിന്നെ കൈകാര്യം ചെയ്യും മുത്തൈബത്തെ. അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്, അല്ലാഹുവേ നിന്റെ വന്യജീവികളിൽ നിന്നൊരു ജീവിയുടെ മേൽ ഇവന്റെ മേൽ അധികാരം നൽകണേ. അങ്ങനെ അതാ അവനും അവന്റെ സംഘവും അതാ അങ്ങനെ ഷാമിലേക്ക് കച്ചവടത്തിനായി പുറപ്പെടുക.
ചാടുകയാ. സുബ്ഹാനല്ലാഹ്, ദർക്കാവുന്ന സ്ഥലത്തെത്തുമ്പോ അവരതാ വിശ്രമിക്കുന്നതിനിടയിൽ ഒരു സിംഹം അവരുടെ അടുക്കലേക്ക് അങ്ങ് വന്നുകൊണ്ട് അവരങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഉതൈബത്തിന് കാര്യം പിടികിട്ടി. ഉതൈബത്ത് പറയാൻ തുടങ്ങി. ഫജഅല ഉതൈബത്ത് യഖൂൽ യാ വൈല ഉമ്മി ഹുവല്ലാഹു ആകിലി കമാ ദഅ അലൈഹി ബി മുഹമ്മദിൻ. മുഹമ്മദിന് എനിക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ പുലർച്ചെയാണോ? ഹുവല്ലാഹു ആകിലി, ഹുവല്ലാഹു ആകിലി. അല്ലാഹു ആണ് സത്യം, അവൻ എന്നെ തിന്നുകളയും. അങ്ങനെ അതാ സിംഹമതാ കുറച്ച് പിറകോട്ടങ്ങ് ഇറങ്ങിയിട്ട് ഉതൈബത്തിന് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങ് ചാടുകയാ. ആ ഉതൈബത്തിന്റെ കൈത്തിൽ അങ്ങ് പിടിച്ചിട്ട് അവൻ അങ്ങ് കൊന്നുകളയുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ. ആ നരകത്തിൽ കത്തിയെരിയേണ്ടവനാണ് അവൻ. അവൻ മാത്രമല്ല, അവന്റെ ഭാര്യയും ആരായിരുന്നു? അവന്റെ കെട്ടിയോള് ഉമ്മു ജമീലയാ. ഹർബിന്റെ മകളാണ് അവൾ. കടുത്ത ലുസ്സത്തായിരുന്നു അവൾക്ക്. അവളെ ഇങ്ങനെ ആക്ഷേപിക്കാനുള്ള കാരണം എന്തേ? അവൾ ഹബീബായ തങ്ങളെ തന്തയില്ലാത്തവൻ, ഒന്നിനും പറ്റാത്തവൻ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കിയതിന്റെ ഒരു മറുപടി കൂടിയാ ഖുർആൻ ഇവിടെ നൽകിയത്. അവളുടെ ആ കൈത്തിലുള്ള മാല ഇങ്ങനെ നിസ്സാരമാക്കി പറയാൻ കാരണമെന്തേ? അവൾ അങ്ങനെ ഒരിക്കൽ നടന്നു വരുമ്പോ മുത്തനബിയെ കൊല്ലാനുള്ള ചർച്ചയിൽ അവൾ ഓടിച്ചെന്നുകൊണ്ട് പറയുകയാ, മുഹമ്മദിനെ കൊല്ലാനാണോ? എങ്കിൽ എൻ്റെ ഈ മാല ഞാൻ അതിലേക്ക് ഹദിയ ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞ് വളരെ മോശമുള്ള സ്ത്രീയാണവൾ. അവളുടെ അന്ത്യം എങ്ങനെയായിരുന്നു അറിയുമോ? അവൾ ഒരിക്കൽ അങ്ങനെ അവളങ്ങനെ വിറകെട്ടാൻ പോകുമ്പോ അവളങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് ഒരു കല്ലിലങ്ങനെ ചാരിയിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പിറകിലൂടെ ഒരാളങ്ങനെ വരികയാണ്. എന്നിട്ട് അവളുടെ ആ കൈത്തിലുള്ള മാല ആ കല്ലിലങ്ങ് മുറുക്കിയിട്ട് കെട്ടിക്കൊല്ലുകയാ. അവൾ അവിടെ നിന്ന് മരിക്കുകയാ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ. അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട് കളിക്കണ്ട. അവിടെ തൊട്ട് കളിച്ചവരാരും ഇതുവരെ വിജയിച്ചിട്ടില്ല. അല്ലാഹു അത്തരത്തിലുള്ളവരെല്ലാം ഉൾപ്പെടുത്തുമാറാകാതിരിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.